ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്, ദൈവത്തെ നാം വിട്ടാൽ സാത്താൻ നമ്മെ വട്ടം പിടിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് സാത്താനെ ചെറുത്തു തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് അവരുടെ ഉദ്യമം അത് സഫലമാകും. പക്ഷേ ദൈവത്തെ വിട്ടാൽ നമുക്ക് ഉറപ്പിക്കാം, സാത്താൻ നമ്മെ വട്ടം പിടിച്ചിരിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. മകനെക്കുറിച്ച് സ്വന്തം അമ്മ പറഞ്ഞതാണ്. ഒരു കാലത്ത് അവൻ ഓൾട്ടർ സെർവർ, അൾത്താര ബാലനായി. അന്ന് അവന് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിത്തത്തിലാണെങ്കിലും A+ സുലഭമായിരുന്നു. എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടുകൂടി പാസ്സായിരുന്നവൻ. ഇന്ന് അവൻ്റെ അവസ്ഥ അറിയാവോ? പള്ളി പോലും പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. ഒരു താന്തോന്നിയായിട്ട് അവൻ ജീവിക്കുക. അവന് സപ്ലിയാണ് സുലഭം. ഒരു കാലത്ത് A+ ആയിരുന്നു സുലഭം. ഇന്ന് സപ്ലി പല വിഷയങ്ങൾക്കും തോറ്റു കിടക്കുന്ന ഒരവസ്ഥ. ദൈവത്തെ വിട്ടാൽ, പ്രാർത്ഥന വിട്ടാൽ, നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും വിട്ടാൽ അത് ഏത് അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഈ വ്യക്തിയുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇക്കാര്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, നമ്മുടെ ചിന്തയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, അഭിഷേകം നഷ്ടപ്പെട്ടാൽ അശുദ്ധാരൂപി കയറി വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ഇപ്പോൾ ഉള്ള അഭിഷേകം ഒന്ന് നഷ്ടപ്പെടണം എന്നാഗ്രഹിച്ച് അതിനായിട്ട് നോക്കിയിരിക്കുന്നവനാണ് സാത്താൻ. നമ്മൾ ആരാണെങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ടാൽ അശുദ്ധാരൂപി കയറി വരും. ഏതാനും വചനഭാഗങ്ങൾ എടുത്താൽ അത് മനസ്സിലാകും. 1 സാമുവേൽ 16-ാം അധ്യായം 14-ാമത്തെ വചനം. 1 സാമുവേൽ 16-ന്റെ 14 നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു. 1 സാമുവേൽ 10-ാം അധ്യായത്തിൽ അഭിഷേകമുള്ളവനായി മാറിയ സാവൂളിനെ കാണാൻ പറ്റും. ഈ അഭിഷേകം അവന് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദുരാത്മാവ് അവൻ്റെ ജീവിതത്തിൽ കയറിപ്പറ്റി. അത് അവനെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നതും പ്രശ്നമുണ്ടാക്കുന്നതുമൊക്കെ നമ്മൾ ഈ 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം എടുത്താൽ യൂദാസിന് സംഭവിച്ച എന്താ? കൃപയിൽ ജീവിക്കേണ്ട, പാപരഹിത ജീവിതം നയിക്കേണ്ട ശിഷ്യന്മാര്, അപ്പസ്തോലന്മാര്, അവരിലൊരാൾ ആ കൃപ കളഞ്ഞു. തെറ്റായ മോഹങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ യൂദാസിന് സംഭവിച്ച ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അതവനെ എവിടെയാണ് കൊണ്ട് എത്തിച്ചത്? അവൻ്റെ അന്ത്യം എത്ര പരിതാപകരമായിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14, 15, 16 അധ്യായങ്ങൾ വായിച്ചാൽ 14-ലും 15-ലും നമ്മൾ കാണുന്നത് അഭിഷേകമുണ്ടായിരുന്ന സാംസൺ. അവൻ എത്ര ശക്തനായിരുന്നു, അവന് വൻകാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴോ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് അധപ്പതിക്കുന്ന സാംസനെ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ കണ്ണവർ ചൂഴ്ന്നെടുത്തു, അവനെ ചങ്ങലക്കിട്ട് അവനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്ന ആ ഒരു രംഗം ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ വിട്ടാൽ സാത്താൻ നമ്മെ വട്ടം പിടിക്കും. അപ്പോൾ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ളത് ഈ ബൈബിൾ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ സ്വന്തമായവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത് വളരെ മഹനീയമായ ഒരു സന്ദേശമാണ്. നമുക്ക് ഒരുപാട് പ്രത്യാശ പകരേണ്ട ഒരു സന്ദേശം. യേശുവിൻ്റെ സ്വന്തമാണോ നീ, സാത്താന് നിന്നെ തൊടാൻ പോലും പറ്റില്ല. നീ ഒരു സാത്താനെയും ഒരു പിശാചിനെയും നീ പേടിക്കേണ്ട എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:18 യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. യാക്കോസ്ലീഹ 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ സാത്താനെ ചെറുത്ത് തോൽപ്പിക്കാൻ നിനക്ക് പറ്റും. ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകലുന്ന ഒന്നും ചെയ്യാതിരുന്നാൽ കർത്താവ് നിന്റെ കൂടെ നിൽക്കും. സാത്താനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആത്മീയ കരുത്ത് നിനക്കുണ്ടാവും. ലൂക്കാ 10-ാം അധ്യായം 19-ാമത്തെ വചനം പറയുന്നത്, യേശുവിൻ്റെ അധികാരമുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല, ഒരു ശക്തിക്കും അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. 1 യോഹന്നാൻ 3:8 എന്തിനാണ് യേശു വന്നത്? സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കാൻ, അവനെ പരാജയപ്പെടുത്താൻ, അവൻ്റെ മേൽ വിജയം വരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, അവൻ്റെ സ്വന്തമായി മാറിയിരിക്കുന്നവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. സങ്കീർത്തനം 118 6-ഉം 7-ഉം വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്കോ സാത്താനോ എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല, കർത്താവ് എൻ്റെ പക്ഷത്ത് ഉള്ളിടത്തോളം കാലം. 1 യോഹന്നാൻ 5-ാം അധ്യായം 11, 12 വചനങ്ങൾ വായിച്ചാൽ യേശുവിൻ്റെ സ്വന്തമായവരെ അവരെ ദൈവം സ്വർഗത്തിൽ എത്തിച്ചിരിക്കും. അവരെ മോഷ്ടിക്കാൻ സാത്താന് പറ്റില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. സങ്കീർത്തനം 91 4-ാമത്തെ വചനം എടുത്താലോ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. ആ സംരക്ഷണം നമുക്കുള്ളപ്പോൾ
സാത്താന് നമ്മെ തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട്, ദൈവം കൂടെ ഇല്ലാത്തവരെ സാത്താൻ ഉന്നം വയ്ക്കും എന്നുള്ള യാഥാർത്ഥ്യം വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. ദൈവം കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു സൂചന, പ്രാർത്ഥനയില്ലാത്തത്, ദൈവാശ്രയത്വമില്ലാത്തത്. അവരുടെ കൂടെ ദൈവമില്ല, അവര് ദൈവത്തിന് കൂടെ അല്ല. അങ്ങനെയുള്ളവർ അശക്തരാണ്, സാത്താൻ അവരെ പരാജയപ്പെടുത്തിയിരിക്കും. മറ്റേ നമ്മൾ കാണുന്നുണ്ട്, ഈ ക്ഷമിക്കാത്ത വ്യക്തികളെ അവരെ സാത്താൻ ഉന്നം വെക്കും. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-11 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറയാണ്, ദൈവം ക്ഷമിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കും, അല്ലെങ്കിൽ സാത്താൻ അതെടുത്തൊരു കെണിയാക്കി മാറ്റും എനിക്കെതിരെ. അത് വരാതിരിക്കാൻ ഞാൻ ക്ഷമിക്കും, ക്ഷമിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവമാക്കി ഞാൻ മാറ്റും എന്നുള്ളത് പൗലോസിലെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ചില ദുരാചാരങ്ങൾ, അതിൻ്റെ പുറകെ പോയാൽ, അത് അനുകരിച്ചാൽ സാത്താൻ നമ്മെ ഉന്നം വെക്കും. നിയമാവർത്തന പുസ്തകം 18:9 മുതൽ വായിക്കുമ്പോൾ ചില ദുരാചാരങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. പ്രശ്നം വെക്കുന്നത്, ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവമക്കൾ ഒരിക്കലും അവ അനുകരിക്കരുത്, അതിൻ്റെ പിന്നാലെ പോകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭിന്നത വിതയ്ക്കുന്നവരെ സാത്താൻ ലക്ഷ്യം വയ്ക്കും. കാരണം അത് സാത്താൻ്റെ ഒരു സ്വഭാവമാണ്. ഭിന്നത വിതയ്ക്കുന്നത് ഒരു വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണെന്ന് സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 19 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹോസിയ 5-ാം അധ്യായം 4-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യഭിചാര ദുർഭൂതം, ജടികാസക്തിയിൽ മുഴുകി വ്യഭിചാര പ്രവൃത്തികൾ, അഭീത ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ സാത്താൻ്റെ അടിമത്തത്തിലാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുവാൻ ആഗ്രഹിക്കാം. ദൈവത്തെ വിടാതെ, സാത്താന് ഒരു അവസരം കൊടുക്കാതെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വയ്ക്കുന്നത്, ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മോചനത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.